തിരുനാവായ മഹാമാഘത്തെ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ദേവസ്വം മന്ത്രി വലിയ തെറ്റാണ് ഇക്കാര്യത്തിൽ ചെയ്തത്. സ്നാനത്തിൽ പങ്കെടുക്കാൻ വരുന്നവരോട് അനാദരവാണ് സർക്കാർ കാണിച്ചത്. ഭരണപക്ഷവും പ്രതിപക്ഷവും സനാതനധർമ്മത്തെ അവഗണിച്ചു. എല്ലായിടത്തും പോകുന്ന വി.ഡി. സതീശൻ എന്താണ് മഹാമാഘത്തെ അവഗണിച്ചത്? സംസ്ഥാന സർക്കാരിന്റെ നടപടി ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് നമ്മോടൊപ്പം ചേരുന്നത്. അവർ തിരുനാവായിൽ മഹാമാഘ മഹോത്സവത്തിന് പങ്കെടുത്താൻ എത്തിയതാണ്. മഹാമാഘ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമാണ്. എങ്ങനെയാണ് ഇതിന് ആദ്യം വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിലെ മഹാകുംഭമേള പോലെ ഒരുപക്ഷെ കേരളത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ആളുകളെ ഗവൺമെൻറ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇവിടെ എത്തിക്കാമായിരുന്നു. അതെന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ആദ്യഘട്ടം മുതൽ തന്നെ സന്യാസി വര്യന്മാർ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ വരികയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയും കേരളത്തിലെ വകുപ്പ് മന്ത്രിമാരെ കാണാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് അപ്പോയിൻമെൻറ്റ് പോലും എടുക്കാൻ പറ്റാതെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ അവർ കണ്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഖേദകരവുമാണ്, ലജ്ജാകരവുമാണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ മഹോത്സവത്തിൽ ഓരോ ദിവസവും 1 ലക്ഷത്തിനും അതുപോലെ തന്നെ 2 ലക്ഷത്തിനും വരെ ഇടയിൽ ആളുകൾ വന്ന് ഒഴുകിയിറങ്ങി വരുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടായി. ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ വലിയ തെറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം ഒന്നുകിൽ ക്ഷേത്രഭരണം, വിശ്വാസികളുടെ കാര്യങ്ങൾ അത് വിശ്വാസമുള്ളവരെ ഏൽപ്പിക്കുക, ഭരണകൂടം മാറി നിൽക്കുക എന്നുള്ള ചർച്ചയോ ചിന്തയോ തീരുമാനമോ എടുത്തിരുന്നുവെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് പുഷ്പം പോലെ പൊന്നുപോലെ നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുമുണ്ട്, ജനബാഹുല്യവുമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു സാഹചര്യമല്ലല്ലോ. ജനാധിപത്യത്തിലൂടെയാണല്ലോ നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ സനാതന സംസ്കൃതിയിൽ വിശ്വസിക്കുന്ന ആളുകളോട് കടുത്ത അലംഭാവമാണ് ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ചെറിയ ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ ചെയ്യാൻ പോലും കേരള ഗവൺമെൻറ് തയ്യാറായില്ല. മഹാകുംഭമേളയിൽ നമ്മൾ കണ്ടത് പ്രയാഗ്രാജിൽ ഏതാണ്ട് ഒരു വലിയ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി അവിടെ മുന്നോട്ട് പോയപ്പോൾ 70,000 കോടി രൂപ നമുക്കവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? 3 ലക്ഷം കോടിയിൽ പരം വരുന്ന തുകയാണ് അവിടെ വന്ന ഈ മേള സന്ദർശിക്കാൻ വന്ന ആളുകൾ, സ്നാനം ചെയ്യാൻ വന്ന ആളുകൾ അവർ ആ നാട്ടിൽ നിക്ഷേപിച്ചിട്ട് പോയത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമാകുമായിരുന്നു. നമുക്ക് ഒരു വലിയ സാധ്യത തുറന്നു കിട്ടുമായിരുന്നു. അതുപോലെ തന്നെ മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മാവും ഒരുമിച്ച് ചേരുന്ന സംഗമസ്ഥാനമായിട്ടുള്ള ഈ തിരുനാവായിലെ നവാമുകുന്ദ ക്ഷേത്ര പരിസര പ്രദേശങ്ങളിലും നിളാനദിക്കരയിലും, അതായത് ഭാരതത്തിലെ തന്നെ ഗംഗയാണ്, സൗത്ത് ഇന്ത്യയിലെ ഗംഗയാണ് ഭാരതപ്പുഴ എന്നാണ് പറയപ്പെടുന്നതും നമ്മൾ ആചരിക്കപ്പെടുന്നതും. ആ നിളാനദിക്കരയിൽ നടക്കുന്ന ഈ പൂർണ്ണമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ഈ സ്നാനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ലക്ഷക്കണക്കിന് ആളുകളോട് അനാദരവാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ദുഃഖകരമാണ്. ജനം ഇതിന് ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു റിയാക്ഷൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അസാന്നിധ്യം, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും പല രാഷ്ട്രീയ നേതാക്കളുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ട്, ശ്രദ്ധേയമല്ലേ? ബി.ജെ.പി. അല്ലാതെ മറ്റാരും ഇവിടെ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല ഇതൊരു ബി.ജെ.പിയുടെ പരിപാടി എന്ന നിലയ്ക്കാണ് പലരും ഇതിനെ വിലയിരുത്തി മാറി നിൽക്കുന്നത്. അങ്ങനെ കരുതാൻ മതി. കാരണം ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും, അതായത് മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, എല്ലാ വ്യക്തിക്കും അവൻ്റെ മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ പ്രത്യേകമായിട്ട് സനാതന ധർമ്മത്തോട് മാത്രം ഈ വെല്ലുവിളി എന്തുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്നത് എന്നുള്ള ചോദ്യം ഈ മഹാമേളയ്ക്ക് ശേഷം, മഹാമാഘത്തിന് ശേഷം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ശ്രീമാൻ വി.ഡി. സതീശൻ എന്തുകൊണ്ടാണ് മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? അപ്പോൾ കാവി, സർവസംഘ പരിത്യാഗത്തിൻ്റെ നിറമാണ് കാവി. സന്യാസം എന്ന് പറയുന്നത് ഒന്നും വേണ്ടാത്തവരുടേതാണ്. അതായത് ഹൃദയത്തിന് വലിയ ത്യാഗികളുടെ മനസ്സുള്ളവർക്ക് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ സാധിക്കൂ. നമ്മുടെ ഈ കാലടിയിൽ നിന്നാണ് ആദിശങ്കരൻ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് ഈ രാജ്യം മുഴുവൻ മഠങ്ങൾ സ്ഥാപിച്ചത്. അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്തു പോയി രാജ്യം മുഴുവൻ മഠങ്ങൾ സ്ഥാപിച്ച് ലോകം ഈ വലിയ പ്രവാചകനായിട്ട്, വലിയ സിദ്ധാന്തത്തിൻ്റെ ആളായിട്ട് ഇന്നും ആ എന്താണ് പ്രവാചകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മതപണ്ഡിതൻ എന്ന് പറയുന്നത്, എന്താണ് ഈശ്വരീയമായിട്ടുള്ള സന്യാസി എന്ന് പറയുന്നത്, എല്ലാം ഒന്നാണ്.
മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള വാക്കുകൾ. അത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ എന്ന് പറയും. എന്നാൽ എല്ലാത്തിൻ്റെയും അർത്ഥം ഒന്നാണ്. അപ്പം ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനസാമാന്യം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഈ കാവിയുടുത്ത കാവി നിറത്തെ കാണുമ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത അതിനെ അവർ ഭയപ്പാടോടുകൂടി കാണുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഭയപ്പെട്ടത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് അവരുടെ മതവും നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എന്ന് കരുതിക്കൊണ്ട് സ്വന്തം വീടിൻ്റെ വാതിലുകൾ ഇവിടുത്തെ സന്യാസിമാർക്കും അതുപോലെ തന്നെ ഈ മേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും മഹാമാഘത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാറ് പാർക്ക് ചെയ്യൂ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം കലക്കി തരണോ എന്ന് ചോദിക്കുന്ന വലിയ ബഹുസ്വരതയുടെ നാടായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എന്നാൽ ശരിയാണ്, എപ്പോഴും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും അവരുടെ ചില ഭീകരവാദ സംഘടനകളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന അതിൽ മത്സരം നടത്തുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും. അതുകൊണ്ടാണ് ഈ മഹാമാഘത്തെ അവർ തിരസ്കരിച്ചത്. അത് തീർച്ചയായിട്ടും വിവേകമതികളായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കും. കലക്ടർ പോലും അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു സ്ഥലത്താണ് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി. അവർ സ്വയം പാലമുണ്ടാക്കി, അവർ സ്വയം ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. ഇന്ന് ദിവസങ്ങളോളം 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ ആളുകൾ ഇവിടെ സേവനം ചെയ്യുകയാണ്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ എത്രയോ ആളുകൾ വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്ന് സർവീസ് നടത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. അത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഒരു മഹാമാഘത്തിന്റെ പ്രതിഫലനം ഹിന്ദു സമൂഹത്തിൽ എങ്ങനെയായിരിക്കും? അല്ല, തീർച്ചയായിട്ടും അവർ കൂടുതൽ നവാമുകുന്ദനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അവർ ഭാരതപ്പുഴയെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഭാഗീരഥിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഹിമാലയവും നമ്മുടെ ഈ തെക്കൻ കേരളവും നമ്മുടെ ഈ കൊച്ചു കേരളവും ഒരു രാജ്യത്തിൻ്റെ ആസേതു ഹിമാചലം വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഭാരതം എന്ന് പറയുന്ന അമ്മയുടെ സർവ്വസങ്കല്പങ്ങളെക്കുറിച്ചും അവരുടെ മനസ്സിനകത്തേക്ക് കൂടുതൽ ഉയർന്നു വരും. ഞങ്ങളൊക്കെ ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്. അത് സർവേഭി സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുവേദ് എന്നുള്ള മംഗളശ്ലോകമാണ്. എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ ദിനം തുടങ്ങുന്ന അങ്ങനെയുള്ള മന്ത്രാക്ഷരങ്ങളിലൂടെ ഒരു വലിയ മഹാസാഗരമായിട്ട് മനുഷ്യർ ഇവിടെ ഒഴുകി നീങ്ങുകയാണ് എന്നുള്ളതാണ്. അടുത്ത വർഷം ഉണ്ടാവും. അതിനടുത്ത മഹാകുംഭമേള നടക്കാൻ പോകുന്നു. ഇത് തന്ത്രവിദ്യ പ്രകാരവും ആചാര അനുഷ്ഠാന ക്രമപ്രകാരവും സന്യാസി ശ്രേഷ്ഠന്മാർ അവർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുക. ഇതുതന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരു കാലത്ത് നിർത്തലാക്കപ്പെട്ടതാണ്. കാരണം ബ്രിട്ടീഷ് അധിനിവേശ സമയത്ത് നമുക്കറിയാം, അത് 270 വർഷത്തിന് ശേഷമാണിപ്പോൾ ഈ നവാമുകുന്ദൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ വിധിപ്രകാരം അതിൻ്റെ മറ്റു കാര്യകാരണങ്ങളെക്കുറിച്ച് കൂടുതൽ ആധികാരികതയോടുകൂടി പറയാൻ സാധിക്കുക തന്ത്രി മുഖ്യന്മാർക്കും സന്യാസി ശക്തന്മാർക്കുമായിരിക്കും. സംസ്ഥാനം ഇതിനെ അവഗണിക്കുകയാണെന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പോൾ കേന്ദ്രത്തിന് ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരാനും ഇവിടെ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള ശ്രമം നടക്കും. അല്ല, ഇത് കേന്ദ്രത്തിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ് വ്യവഹരിക്കുന്നു എന്നുള്ളത് ചർച്ചയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉംറയ്ക്ക് പോവുക അല്ലെങ്കിൽ ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് പോലെ മഹാസ്നാനങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു ഹിന്ദു മതവിശ്വാസിയുടെ ആഗ്രഹമാണ്, ചിന്തയാണ്. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മറ്റു മതസ്ഥർ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ശബരിമലയിലെ കൊള്ള നടത്തിയ ആളുകളെ പോലെ ആ കേസ് ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അത് പ്രകമ്പനം സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഈ മഹാമാഘ തിരസ്കരണം ഉണ്ടല്ലോ, അത് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും തിരസ്കരണം അത് ചർച്ചയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മഹാമാഘം വിശ്വാസികളുടേതാണെങ്കിലും ഈ ഒരു തിരസ്കരണം അത് രാഷ്ട്രീയമായിട്ട് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.